എന്നോ മീൻ നമ്മൾ വേണ്ടി ഇങ്ങനെ പിടിച്ചങ്ങോട്ട് കൊടുക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊന്നുമല്ല, നമ്മളെ അടിപൊളി മീൻപിടുത്തവും ഈ വെള്ളപ്പൊക്കവും ഒക്കെ കുറേ പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ കുറേ ഒരു ആഘോഷമൊക്കെയാണ്, മീൻപിടുത്തം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു 2-3 ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയായിട്ട് നമ്മൾ ആ പരിപാടിക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ മീൻ പിടിക്കുന്ന കടവ്, അതായത് നമ്മുടെ സാധാരണ വള്ളം ഇടുന്ന കടവുണ്ടല്ലോ, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതാ ഈ കണ്ടോ, ഈ കാണുന്ന കടവാണ് വള്ളം ഇടുന്ന കടവ്. അവിടെ തെന്നും. ഇത്രയും വരെ നമ്മുടെ ഇവിടെ ഭയങ്കര വ്യത്യാസമാണ്. ഇന്നലെ ഇവിടം വരെ ഉണ്ടായിരുന്നു വെള്ളം. ഇവിടെ ഒരു തിട്ട ഉണ്ടായിരുന്നു, ആ തിട്ടയ്ക്ക് താഴെയാണ് നമ്മുടെ വെള്ളം. അല്ല, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഈ സ്ഥലം. കാണാത്തവരുണ്ടായിരിക്കില്ല, അപ്പൊ നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അത് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ കാഴ്ച എന്ന് പറയോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച മീനുകൾ നമ്മുടെ പടുതാക്കുളത്തിൽ ഇട്ടിട്ടുണ്ട്. പടുതാക്കുളത്തിന്റെ അപ്ഡേഷൻ എന്തായെന്ന് ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അപ്ഡേഷൻ നമ്മൾ കാണിച്ചു തരാം. എത്രത്തോളം മീൻ പടുതാക്കുളത്തിലുണ്ടെന്നുള്ള കാര്യം. നമ്മൾ വാഹയൊക്കെ മാറ്റിയിരിക്കുന്നു. മാറ്റിയെന്നല്ല, ഇവിടെ നേരത്തേക്ക് ഇവിടെ നിലയുണ്ടായിരുന്നു, ഇപ്പൊ ഭയങ്കര ആഴമായിട്ട് മാറിയിട്ടുണ്ട് ഈ സൈഡ് എല്ലാം. 2018 വെള്ളപ്പൊക്കത്തിന് ഇഷ്ടംപോലെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. മാടിയെല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് വലിയ ആഴമായി മീൻ പിടിക്കുന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ വലിയ പാടായില്ലേ. പിന്നെ കുറച്ച് മീൻ വീട്ടിലെ ആവശ്യമുള്ള മീൻ മാത്രമേ പിടിക്കത്തുള്ളൂ. പിന്നെ ഇപ്പൊ അത്യാവശ്യം കിട്ടുന്നത് നമ്മൾ കുളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കാഴ്ചയാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഒരുപാട് പേര് നമ്മുടെ പടുതാക്കുളത്തിന്റെ അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പടുതാക്കുളത്തിന്റെ നിലവിലുള്ള അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സൈഡെല്ലാം വേലി കെട്ടി കുഞ്ഞിങ്ങനെ ചാടി കയറാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി മൊത്തം വേലിയൊക്കെ കെട്ടി അടച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവനെ കൊണ്ട് നിർത്തിയേക്കുന്നതേ ഉള്ളൂ, അതിനകത്ത് റിസ്ക് ഒന്നുമില്ല. പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന മീനിന്റെ കാഴ്ച ഈ കാണുന്നതാണ്. നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന മീൻ ആവശ്യക്കാർ അപ്പൊ പിടിച്ചു കൊടുക്കും. ഫ്രഷ്, എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് മീനെ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ സൂക്ഷിച്ച സംവിധാനം കിട്ടും. പടുതാക്കളം വന്നതുകൊണ്ട് നമുക്ക് സിലോപ്പി കിട്ടുന്നുണ്ട്, അതിൻ്റെ അത് കിടപ്പുണ്ട്. ആണെങ്കിൽ ഈ പടുതാക്കളം ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമുക്കാണെങ്കിൽ ഫ്രഷ് മീനെ കൊടുക്കാം. അതായത് നമ്മൾ വളർത്താൻ വേണ്ടിയല്ല പടുതാക്കളം ഉണ്ടാക്കിയത് ഒരിക്കലും. നമ്മൾ ഇതുപോലെ മീനെ പിടിച്ചോണ്ട് വരികയാണെങ്കിൽ ഡയറക്റ്റിനകത്ത് ഇടാം, ജീവൻ നിലനിൽക്കും. എന്നിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ഡയറക്റ്റ് പിടിച്ച് ഫ്രഷ് മീനെ കൊടുക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് നമ്മുടെ മീനിന്റെ കളക്ഷൻ. ഇതിലും ഉണ്ടായിരുന്നു, നമ്മളെല്ലാവർക്കും കൊടുത്തതാ. ഉണ്ടായിരുന്നു, ഇന്നലെ ആയിരുന്നു ഇതിനെക്കാട്ടി രസം. അപ്പൊ രാത്രിയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കിടക്കുന്ന ഏറെ ഭാഗം തൂളിയാ. പിന്നെ മഞ്ഞൾക്കൂരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മഞ്ഞൾ. കണ്ട്. പിന്നെ നമുക്ക് സിലോപ്പി ഇട്ടുണ്ട്. നമുക്ക് അങ്ങനെ അധികം കിട്ടാത്ത മീനായിരുന്നു. സിലോപ്പിനകത്ത് കിടപ്പുണ്ട്. അത് നമുക്കുള്ളതാ കേട്ടോ, അത് വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ല. നമുക്ക് അങ്ങനത്തെ പല മീൻ പിന്നെ സത്യം പറഞ്ഞ ജീവനോട് ഇല്ലിപ്പോ എന്തോ വാഹയൊക്കെ അടിയിലാണ് കിടപ്പുണ്ട്. അതെല്ലാം മഴ പെയ്തപ്പം വെള്ളം ഒരുപാട് കൂടിയില്ലേ കുളത്തില്. അതെന്തോ ചെമ്പല്ലിയുടെ കുഞ്ഞാണോ? ചെമ്പല്ലി മേളിൽ കിടക്കുന്ന കുഞ്ഞാള് കണ്ടോ? ചെമ്പല്ലി, അത് ചെമ്പല്ലിയുണ്ട്. പിന്നെ വാഹയെ നമ്മുടെ ചേർമീനൊക്കെ അടിയിലാട്ടോ. അവര് കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഈ കുളം നല്ല സൂപ്പറായിട്ട് അറിയാം. അതുകൊണ്ട് അവര് സേഫ് ആയിട്ട് താഴെ. ഒരുപാട് വെള്ളം മഴ പെയ്തപ്പോഴേ വലിയ ബുദ്ധിമുട്ടായി പോയില്ലേ. മീൻ വെള്ളം കലങ്ങിയപ്പോഴത്തേക്ക് കിട്ടാൻ കലങ്ങി കേട്ടോ. ആവശ്യത്തിന് നമ്മള് ഇങ്ങനെ പിടിച്ചു കൊടുക്കും കേട്ടോ. കണ്ടോ, നമുക്ക് നീ കുളത്തിലോട്ട് ഇറങ്ങണം, അതേ പറ്റത്തുള്ളൂ. കുളത്തിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു ഓടി മാറിയടാ, വെള്ളം ഇഷ്ടം പോലെ ആയി പോയി. അത് ആടി വെള്ളത്തിൽ പോകുന്നില്ലേ. എന്നോ മീൻ നമ്മൾ വേണ്ടി ഇങ്ങനെ പിടിച്ചങ്ങോട്ട് കൊടുക്കും. ഓർഡർ വരുന്നതിനനുസരിച്ച് മീൻ ഇതുവഴി ഇതിനകത്ത് നമ്മൾ പിടിച്ചു കൊടുക്കും. കവറിങ് കൊണ്ടുവരോ. ആ ബക്കറ്റിങ് കൊണ്ടോ. ഇങ്ങനെ അതെ, വാഹയുണ്ട്. നമ്മുടെ വാഹയെ വേണ്ട, നമ്മൾ തൂളിക്കാ ഓർഡർ. അപ്പം തൂളിയാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള വേറെ ഒരുപാട് മീനുകളുണ്ട് ഇതിനകത്ത്. വലിയ സിലോപ്പി കിടപ്പുണ്ട്, ചെമ്പല്ലിയുണ്ട്, കല്ലേമൂട്ടിയുണ്ട്. ഇതൊക്കെ അതൊക്കെ നമുക്കുള്ളതാ. വീട്ടിൽ ഇപ്പൊ കൊടുക്കത്തില്ല. ഈ വാഹ ഇതിനകത്ത് പോകുന്നില്ലല്ലോ, എല്ലാം കൊല്ല. അത് പറ്റി കിടക്കുന്നല്ലേ. പോട്ടെ, കാണിക്കേ കുഞ്ഞാൽ പിന്നെയും പോകും. വേണ്ട,
ആ അത്യാവശ്യം അപ്പോൾ 1 കിലോ മീനായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിനുള്ള 1 കിലോയ്ക്കുള്ള മീനായിട്ടുണ്ട്. നമ്മുടെ അങ്ങനെ നമ്മൾ ഇവിടെ വരുന്നവർക്ക് മീൻ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ, മീനുണ്ടെങ്കിൽ. വേഗം പോരെ അത് തന്നെ അത് തന്നെ. എല്ലാരും നമ്മുടെ വീഡിയോക്കകത്ത് എല്ലാരും കമന്റ് ചെയ്ത് വെക്കുന്നത് പടുതാക്കുളത്തിന്റെ അപ്ഡേഷൻ എന്തായി അപ്ഡേഷൻ. അപ്പൊ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നമ്മുടെ അപ്ഡേഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൂടെ കൂടിക്കൊള്ളാം. വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.